അപ്പോഴേ ഇന്നത്തെ വീഡിയോയില് ഫ്രോക്ക് നൈറ്റിയില് കോട്ട് കോളർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറില്ലേ, ചേച്ചി ഇതിന്റെ വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യാറില്ലേ? കുറേ നാളായി ചോദിക്കണത്. പക്ഷേ ഇന്നിപ്പോ നമ്മൾ അതിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണിട്ടത്. കാരണം ഇവൾക്ക് ഇതാണ്ട പൊന്നു പറയാൻ വിട്ടുപോയി. ഇതാണ് എൻ്റെ മോള്, ഇളയ മോള് പൊന്നു. മോനുണ്ട്, ഇത് ഇളയാള് പൊന്നു എന്നാണ് ഞങ്ങൾ വിളിക്കണത്. അപ്പൊ ഇവൾക്ക് എന്നും പരാതിയാണ്, അമ്മ പണ്ട് എപ്പോഴും കുറെ ഉടുപ്പുകളൊക്കെ തയ്ച്ച് തരുമായിരുന്നു, ഇപ്പൊ അമ്മ അപ്പൊ ഇവൾക്ക് തയ്ച്ചാണ് സത്യത്തിൽ ഞാൻ പഠിച്ചത്. ഞാൻ തയ്യൽ പഠിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇവളുടെ ആണ് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയണ പരാതി എന്താ വെച്ചാല്, അമ്മ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് ഡ്രസ്സൊന്നും തയ്ച്ച് തരണില്ലാന്ന്. ഭൂരിഭാഗവും ഇപ്പൊ റെഡിമെയ്ഡ് തന്നെയാണ് എന്തെങ്കിലും പരിപാടിക്കൊക്കെ എടുക്കാറ്. അപ്പൊ ഇന്നിപ്പോ പള്ളിയിൽ ഒരു ചെറിയ പരിപാടിക്ക് ഉടുപ്പ് തയ്ച്ചേ പറ്റൂ, നിർബന്ധം. അപ്പൊ ശരിക്കും ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ തയ്ച്ചു കൊടുത്തതാണ്. കാരണം തയ്ക്കില്ല, എനിക്ക് സമയമില്ല, ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ ഞാൻ ഓർത്തു എന്തെങ്കിലും ആവട്ടെ, ഈ ഒരു മോഡല് നിങ്ങൾക്കും ഉപകാരപ്പെടും. അപ്പൊ ഇവളുടെ പരാതി തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇവളറിയാതെ സർപ്രൈസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ ഇവളെ വിളിക്കാൻ പറ്റില്ല. ഹസ്ബൻഡ് ആണെങ്കിൽ ഇന്നലെ ഉണ്ടായില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ബായിനോട് ചോദിച്ചു, ബായി കട്ട് ചെയ്യണം, സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. സത്യത്തിൽ ആള് സമ്മതിക്കാറില്ല. കാരണം എന്താ വെച്ചാല് നമ്മുടെ ഇതൊക്കെ പുറത്തങ്ങനെ പബ്ലിഷ് ചെയ്യല്ലേ മാഡം എന്നാണ് എന്നോട് പറയാറ്. പക്ഷെ ഇപ്പൊ ബായിക്കറിയാം അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ കടയിലേക്ക് അത്രയും വർക്കുകളും ആൾക്കാർ അത്രയും വിശ്വസിച്ച് നമുക്ക് ഓർഡേഴ്സും തരണതെന്നുള്ളത്. അപ്പൊ ആള് സമ്മതിച്ചു. അങ്ങനെ ചെയ്തൊരു ഇതാണ് ഫ്രോക്കാണിട്ടത്. അപ്പൊ ഇതില് നമ്മൾ ഈ കോട്ട് കോളർ മാത്രമല്ല, താഴെ അമ്പർല ചെയ്യുമ്പോഴും ഒരുപാട് ടിപ്സുകള് ബായ് ചെയ്യണതിന്റെ ഒരുപാട് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കണത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബായുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിന്റെ ടിപ്സുകളും നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. നല്ലൊരു ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ സെയിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സൊക്കെ വളർത്താനും ഈ ഒരു മോഡൽ ഉപകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് കോട്ട് കോളറിൽ ചെയ്തേക്കണത്. കണ്ട അടിപൊളി ഫിനിഷിംഗിൽ. ഇതൊരു ഹക്കോബ മെറ്റീരിയലാണ്. ഇതിവിടെ ഞാൻ മറ്റേ ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന മെറ്റീരിയലിൽ നിന്ന് എടുത്തതാണ്. ഇതും ഇവിടെ തന്നെ ഉണ്ടായ മെറ്റീരിയലാണ് കേട്ടോ. ഇത് വിചിത്ര സിൽക്കിൻ്റെ ആണ്. താഴേക്ക് ജസ്റ്റ് അമ്പർല, സെമി അമ്പർല ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് ഹൈലൈറ്റ്. പക്ഷെ ഇതിൽ കുറേ ടിപ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വായോ. ഒരു ടോപ്പല്ല കേട്ടോ, ഒരു ഫ്രോക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോണേണ്ട. അപ്പം ഇന്ന് ബായിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് നിങ്ങളെ കാണിക്കണത്. കോട്ട് കോളറിൻ്റെ മോഡൽ ചോദിക്കാറില്ല എല്ലാവരും. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. കാരണം ഞാനിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഇടുമ്പോഴേക്കും നിങ്ങൾ ചോദിച്ച് മടുക്കും. അപ്പോൾ ബായിയുടെ അടുത്താകുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്ത് ബായിനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഇട്ടണ്ട ബായിനെ ഞാൻ ഇതിന് നിർത്തിയേക്കണത്. അപ്പോൾ എല്ലാവരും ബായിനോട് ഒരു താങ്ക്സ് പറഞ്ഞേക്കണം. അപ്പോൾ ദേ ആദ്യം തന്നെ പൊന്നൂൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം. മെഷർമെൻറ്റ് ഇത് ബായിയുടെ എഴുത്താണ് കേട്ടോ. ലെങ്ത്ത് വരുന്നത് യോക്ക് 15 ഇഞ്ച്, താഴേക്ക് നമ്മുടെ സ്കേർട്ട് ലെങ്ത്ത് വരുന്നത് 28.5 ഇഞ്ച്. അതുപോലെ തന്നെ ചെസ്റ്റ്, പൊന്നൂൻ്റെ ചെസ്റ്റ് വരുന്നത് 33, വേസ്റ്റ് 27. പിന്നെ ഇത് ആം ഹോളാണ് എഴുതിയേക്കണത് 15.5 ഇഞ്ച്. അതുപോലെ തന്നെ 14.5 എഴുതിയേക്കണത് ഷോൾഡറാണ് 14.5 ഇഞ്ച് എഴുതിയേക്കണത്. കഴുത്തിൻ്റെ ഇറക്കം 6.5 ഇഞ്ച്. ഈ അളവ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബൈഡ എഴുത്തായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണത്. ഓക്കെ, അപ്പോൾ ഈ മെഷർമെൻറ്റിൽ എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഷോൾഡർ ആദ്യം തന്നെ ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ 14 ഇഞ്ചല്ലേ, അപ്പോൾ 7.25 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ട് പെടുത്തുമ്പോൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മാർജിൻ തള്ളിയിട്ടിട്ടാണ് ഇവിടെ നിന്നാണ് ഇവിടേക്ക് 7.25 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണത്. അതെന്തിനാണെന്നുള്ളത് പിന്നീട് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തേക്കണത് 6.5 ഇഞ്ചാണ്. 6.5 അല്ലേ ബൈ 7 ഇഞ്ച്, 7 ഇഞ്ച് എടുത്തിട്ട് ആണ് കൈക്കുഴി വരച്ചേക്കണത്. അതൊക്കെ ആം ഹോളൊക്കെ റെഡിയാക്കാനുള്ളത് നിങ്ങൾക്കൊക്കെ ഏകദേശം അറിയായിരിക്കും എന്ന് വിചാരിക്കണം. കാരണം ബൈ ചെയ്ത് ഞാൻ പറയുമ്പോൾ കുറേ നീണ്ടു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാത്തത്. പൊന്നൂൻ്റെ ചെസ്റ്റ് വരുന്നത് 8.4. 8.4 ചെസ്റ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കണത്. പ്ലസ് ഇവിടെ തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിൽ വരണത് 27, അതിൻ്റെ 4/1 അടയാളപ്പെടുത്തി തയ്യൽ തുമ്പും കൂടെ ഇട്ട് ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്ക് കൈക്കുഴിയാണ്. ഫ്രണ്ട് കൈക്കുഴി ഇങ്ങനെ ഫുള്ളെടുത്ത് കളയാനുള്ളതിൻ്റെ പേരിലാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കണത്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യട്ടെ. കഴുത്തിൻ്റെ വൈഡ് മാർക്ക് ചെയ്തേക്കണത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചല്ലേ ബൈ? 3 ഇഞ്ചാണ് കഴുത്ത് വൈഡ് മാർക്ക് ചെയ്തേക്കണത്. ഓക്കെ, അപ്പോൾ ബൈ അത് ഫ്രണ്ട് കട്ട് ചെയ്തു. ഇനി ബാക്കാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ബൈയുടെ സ്റ്റൈലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്ക് കട്ട് ചെയ്യണതിൻ്റെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം.
ഷോൾഡർ സ്ലോപ്പ് ഇങ്ങനെ കൊടുത്തു. ഇത്രയും ഇതൊരു 3/4 ഇഞ്ചോളം ഉണ്ട്. ഈ 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണതിന് ഒരു ടെക്നിക്ക് ഉണ്ട്. ഇത് സത്യത്തിൽ വേറെ ആരും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ ബായി ആയതുകൊണ്ട്, എൻ്റെ ചാനലായതുകൊണ്ട് ബായി നമുക്കൊരു ഇത് ചെയ്ത് തരുന്നതാണ്. എന്നോട് ആദ്യം പറയാറ് ഇങ്ങനത്തെ ടെക്നിക്കൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുതാണ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലേ, സബ്സ്ക്രൈബേഴ്സ് അല്ലേ, ബായി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ബായിനെ ചാക്കിട്ടതാണ് കേട്ടോ. അപ്പോൾ അതെ ബാക്ക് നമ്മൾ ആ ബായി ഇങ്ങനെ തിരിച്ചു വെച്ചു, കാരണം തുണി ലാഭിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വെച്ചു. അപ്പോൾ വീണ്ടും അപ്പോൾ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് ഇതുപോലെ തള്ളിയിട്ടിട്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്തത്, അതിനെ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടാണ് ബാക്കിൻ്റെ വെച്ചേക്കണത്. ബാക്ക് ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ട് മാത്രം തള്ളിയിട്ടേക്കണത്. ഇവിടെ നിന്നുള്ളതാണല്ലോ നമ്മുടെ മെഷർമെൻറ്റ്. ആ തള്ളിയിട്ടത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് വീണ്ടും ബാക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്തു. ഷോൾഡർ വീണ്ടും 7.25 മാർക്ക് ചെയ്തു. ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് തള്ളിയിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ആം ഹോള് കണ്ടാ വരച്ചെടുക്കണത്. അതിൻ്റെ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിയുമ്പോൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രം മനസ്സിലാവുള്ളൂ. സാധാരണ എല്ലാവരും എന്ത് ചെയ്യും, ഒപ്പൊപ്പിടും. ബാക്കും ഫ്രണ്ടും ഒപ്പമല്ലേ നമ്മൾ കൈക്കുഴി വെട്ടാറ്. പക്ഷേ കോളർ വെട്ടുമ്പോൾ ഇങ്ങനെ വെട്ടണം. അതായത് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തുണ്ടല്ലോ, ഫ്രണ്ട് കഴുത്ത് മേളിലേക്ക് നമ്മുടെ കഴുത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോണ ഒരു സിറ്റുവേഷൻ പലർക്കും തോന്നാറില്ലേ? അപ്പോൾ അതുപോലെ വരാതിരിക്കാൻ നമ്മളവിടെ ആ 3/4 ഇഞ്ചിൻ്റെ താഴേക്കൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. പക്ഷേ കണ്ടോ, ഇതുപോലെ 3/4 ഇഞ്ച് നമ്മുടെ കൈക്കുഴി കൂടുതലായി നിൽക്കും. ബാക്കിന് കൈക്കുഴി ഇതുപോലെ 3/4 ഇഞ്ച് കൂടുതലായി നിൽക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ സ്യൂട്ടാവും എന്നുള്ളത്. അതൊക്കെ വഴിയേ പറഞ്ഞു തരാം കേട്ടോ, ഇതെങ്ങനെ സ്യൂട്ടാക്കാം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷ നോക്കണം കേട്ടോ, ഇതെങ്ങനെയാണ് സക്സസ് ആവണേന്നുള്ളത്. സത്യത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ ഒരു ടെക്നിക്ക്. ആളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഈ ഓടിപ്പാഞ്ഞ് നടക്കണതിൻ്റെ പേരിൽ ഇത് ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം ഞാൻ കോളർ കട്ട് ചെയ്ത് ചെയ്യണ സമയത്താണ് എനിക്ക് പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് നമ്മളൊരു മാർജിൻ ഇട്ടിട്ടുണ്ടായില്ലേ, അവിടെ ഒരു ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കണ്ടോ, തള്ളിയിട്ടിട്ട് ഇങ്ങനെ വെച്ചാണ് കറക്റ്റ് ചെയ്യണത്. ആം ഹോളിൻ്റെ ഈ പോർഷൻ രണ്ടും ഒപ്പം നിൽക്കും. ഇവിടെ 3/4 ഇഞ്ച് തള്ളിയിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഫ്രണ്ട് കൈക്കുഴി ഉള്ളെടുത്ത് വെട്ടും. ഓക്കെ, എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രം ബായിയുടെ ടെക്നിക്ക് നിങ്ങളെ കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആൾ സമ്മതിക്കാറില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം ബായിക്ക് താങ്ക്സ് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും തള്ളിയിട്ടു. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഈ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ നമ്മുടെ യോക്ക് പോർഷൻ ചെയ്യണത്. ഹക്കോബ മെറ്റീരിയലാണ്, വൈറ്റ്. താഴേക്ക് നമ്മുടെ ഒരു വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ വെച്ചാണ് ചെയ്യണത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഹക്കോബയുടെ പ്ലെയിനൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഫ്രണ്ട് മാത്രം ആദ്യം കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് കാണിക്കണില്ല, ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബാക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇത് നമ്മുടെ താഴത്തെ ഫ്രോക്കിൻ്റെ താഴത്തെ പോർഷനാണ് കേട്ടോ ഈ മെറ്റീരിയൽ. ബായിയുടെ ടെക്നിക്കുകളാണിത്. ഇതേ കണ്ട, ഇതുപോലെ പെൾപ്പിനൊക്കെ വെച്ച് നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്തേക്കണം. ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട്, നല്ല കനമുള്ള തുണി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇവിടെ പെൾപ്പിന് വെച്ചിട്ട് ഈ മൂലഭാഗം ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം ഇതേ കണ്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒറ്റയ്ക്ക് നമ്മൾ ഈ അമ്പറിലേക്ക് വെട്ടുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് ഇട്ട് കമന്ന് കിടന്ന് ഉരുണ്ട് പെരണ്ടൊക്കെയാണ് ഞാനൊക്കെ വെട്ടാറ്. അപ്പോൾ ബായി വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ടെക്നിക്കുകളൊക്കെ പിടുത്തം കിട്ടിയേക്കണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് കട്ടിങ് ഒക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അരവണ്ണം മാർക്ക് ചെയ്യണതാണ് കേട്ടോ. ബായിതേ ഈ പെൾപ്പിന്നിൽ നമ്മുടെ ടേപ്പിൻ്റെ ആ ഒരു ഹോള് കയറ്റി വെച്ചിട്ട് ഇതേ അരവണ്ണം ഇങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ 27 ഇഞ്ചും അതിൻ്റെ തയ്യൽ തുമ്പും ഇവിടെ കിട്ടണുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇതാക്കണ്ട, ബാക്കി നമുക്ക് തയ്യൽ തുമ്പും അരികുവശം കറക്റ്റ് ലെവൽ ചെയ്ത് പോരുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഇറക്കത്തിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. ബായിയുടെ കുറേ സർക്കസുകളൊക്കെ ഇതിനകത്ത് കാണൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് അമ്പർല മാർക്ക്. ഇതിപ്പോൾ സെമി അമ്പർലയാണ് കേട്ടോ, ഫുൾ അമ്പർല അല്ല. സെമി അമ്പർലയാണ് ചെയ്യണത്. ഫുൾ അമ്പർല ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടാണ് നമുക്കിത് 4ആയിട്ടൊക്കെ ഇടാനായിട്ട്. സെമി അമ്പർല വലിയ പ്രശ്നമില്ല കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നാലും ടേബിളിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കട്ട് ചെയ്യാറ്.
അപ്പോൾ അതിൻ്റെ കട്ടിങ് ദേ കണ്ട അരവണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അരികൊന്ന് ലെവൽ ചെയ്യും. ഞാൻ ഈ കോട്ട് കോളറിൻ്റെ വീഡിയോ ഇടാനായിട്ട് കുറേ ദിവസമായി വിചാരിക്കണം. പക്ഷേ എൻ്റെ സമയം ശരിയാകുമ്പോൾ വീഡിയോ എടുക്കുന്ന ആളുണ്ടാവില്ല. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് തോന്നിയൊരു ഐഡിയ ആണിത്. അപ്പോൾ ബായിനോട് ചോദിച്ചപ്പോൾ ബായി ഓക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ബായിയുടെ സമ്മതപ്രകാരം. അപ്പം അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കണില്ല. കറക്റ്റ് കളറൊന്നും അല്ല ലൈനിങ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് സമയമില്ല, പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് കളറൊന്നും നോക്കണില്ല. പിന്നെ കളറ് അങ്ങനെ ലൈനിങ്ങിൻ്റെ കളർ അറിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ, അതായത് പേപ്പർ ക്യാൻവാസിലാണ് കേട്ടോ ചെയ്യണത്. പേപ്പർ ക്യാൻവാസിൽ നമ്മുടെ നെക്കിൻ്റെ ഈ കോട്ട് കോളറിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ആദ്യം ലൈനിങ്ങിൽ ഒരു മാർജിൻ ഇട്ടില്ലേ, ഒരു 3/4 ഇഞ്ചിൻ്റെ മാർജിൻ, അതുപോലെ തന്നെ ഈ ഫ്യൂസിങ് പേപ്പറിലും മാർജിൻ ഇടണം. കണ്ടോ, അതുപോലെ തന്നെ മാർജിൻ ഇട്ടു. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ വൈഡ് അടയാളപ്പെടുത്തുക. വൈഡ് 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ ടോട്ടലി 6.5 ഇഞ്ചാണ് കോളറിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ 3 ഇഞ്ചല്ലേ ബൈ 3 ഇഞ്ച് 3 ഇഞ്ച് ഓക്കെ 3 ഇഞ്ചും ഇവിടെ തയ്യൽ തുമ്പാണ് കേട്ടോ ഇട്ടേക്കണത്. തയ്യൽ തുമ്പിട്ടു. അതിനുശേഷം 3 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയാണ്. ഓക്കെ പിന്നെ സ്ക്വയർ ബോക്സ് വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ആം ഹോൾ കർവില്ലേ അത് വെച്ചിട്ട് ഈ കോളറൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ സംഭവം കൊണ്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിന് നല്ല ഭംഗി, അതിൻ്റെ ഷേപ്പ് കിട്ടുന്നത് ഇത് വെച്ച് ചെയ്യുമ്പോഴാണ്. ഇതുപോലെ ഒന്ന് യു ആയിട്ട് വരച്ചു കൊടുക്കുക. ആ 3 ഇഞ്ചിലേക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഒരു മാർക്കിങ് കൊടുക്കുക. 1 ഇഞ്ചല്ല 1.25 ഇഞ്ച് 1.25 ഇഞ്ച് കണ്ട ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ച് 6 പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടി കൂട്ടി 6.5 ഇഞ്ച് അവിടെ ഒരു മാർക്കിങ് ഇവിടെ ഒരു മാർക്കിങ് 6.5 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 ഇഞ്ചോളം താഴേക്ക് ഇവിടെ മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് ഓക്കെ. ഇനി ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഈ കട്ട് ചെയ്യണേ. ഇവിടെ വർക്ക് നടക്കണതിൻ്റെ പേരിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. പക്ഷെ ഇവർ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരുപാട് ലേറ്റാവും. അതുകൊണ്ട് ഭായിമാരിവിടെ മറ്റവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്വരമുണ്ട് ഇവിടെ കേട്ടുകൊണ്ടിരിക്കണത്. ഓക്കെ, ഇത്രയും നമ്മൾ കട്ട് ചെയ്തു. ഇനി ആ മാർജിൻ അവിടെ ഒരു ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ 1.25 ഇഞ്ച് നമ്മൾ നീക്കിയിട്ടില്ലേ, അവിടെയും ചെറുതായിട്ടൊന്ന് നമുക്ക് മനസ്സിലാവാൻ എവിടെയാണ് ആ കട്ടിങ് വരേണ്ടതെന്ന് അവിടെയും മാർക്ക് ചെയ്തു. ഈ ക്യാൻവാസിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ചിലേക്ക് ലെവൽ ചെയ്ത് ഇതുപോലെ വെട്ടിയെടുക്കുക. ഓക്കെ, ഇനി നമ്മളിത് ക്യാൻവാസ് നമ്മുടെ മെറ്റീരിയലിൽ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഇത്രയും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ അയൺ ചെയ്യുന്നതിന് മുന്നേ ഇതിങ്ങനെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കാരണം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 2 ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിൽ നമ്മളിത് അയൺ ചെയ്തെടുക്കും. അപ്പോൾ അതേ നമ്മുടെ ബായി സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മുടെ ഫ്യൂസിങ് പേപ്പർ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവണുണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ചെയ്തത് വെട്ടിയെടുക്കുക. അതിൻ്റെ അരികൊക്കെ നമുക്ക് മടക്കി അടിച്ചെടുക്കണം. ആദ്യം ലൈനിങ്ങും നമ്മുടെ മെയിൻ മെറ്റീരിയലും കൂടെ ജോയിൻ്റ് ചെയ്യണം, അടിച്ച് ജോയിൻ്റ് ചെയ്യണം. അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ഇതുപോലെ 1 മിനിറ്റ് തുടങ്ങിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഹക്കോബ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു സൈഡാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടേക്കണത്. ലൈനിങ്ങൊക്കെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചില്ലേ, ക്യാൻവാസ് ഒട്ടിച്ച പോർഷൻ എടുത്തിട്ട് ഒപ്പം വയ്ക്കുക. ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്യണ ശ്രദ്ധിച്ചോളൂ കേട്ടോ.
ആദ്യം തന്നെ മാർജിൻ ഇട്ട ആ ഭാഗത്തേക്കൂടെ തന്നെ അങ്ങോട്ട് അടിക്കാം. അത്രയും തന്നെ മാർജിനിൽ താഴെ വരെ അടിക്കാം. ഓക്കെ, അങ്ങനെ 2 പീസും അടിച്ചെടുക്കാം. രണ്ടും അടിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഇതുപോലെ ഒന്ന് നഖം കൊണ്ടൊന്നേ അതിൻ്റെ അരികൊന്ന് എഡ്ജൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ക്യാൻവാസ് വെച്ച് അടിച്ച ഈ 2 പോർഷനും മുഖാമുഖം നിൽക്കണ രീതിയിൽ ഇതേ കണ്ടോ. ഇതാണ് നമ്മുടെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചേക്കണ ഭാഗം. വെള്ള ആയതുകൊണ്ട് കറക്റ്റ് അറിയാൻ പറ്റില്ല. അപ്പം അതിന് ഇതുപോലെ തള്ളിയിട്ടതിന് ശേഷം ഇതുപോലെയാണ് നമ്മുടെ മെറ്റീരിയൽ കട്ട് ചെയ്തപ്പോൾ ഇരിക്കണത്. അതിന് ശേഷം ചെയ്യേണ്ടത്, നമ്മളൊരു നെക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്ന് താഴേക്ക് ആ 4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഫുള്ള് അടിച്ച് ഫിനിഷ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം. 1 മിനിറ്റ്. നമ്മൾ 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നെക്കിൻ്റെ, അവിടെ നിന്ന് ഇതിനെ പുറത്തേക്ക് തള്ളിയിടുക. 2 വശവും മുഖത്തോട് മുഖം ഇരിക്കുന്ന രീതിയിൽ. ഒരിക്കലും അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം അടിക്കരുത്, പുറത്തേക്ക് തന്നെ ഇത് രണ്ടും നിൽക്കണം. അതിന് ശേഷം വേണം ഇവിടെ നിന്ന് ഈ അറ്റം വരെ അടിക്കാനായിട്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നെക്കിൻ്റെ 1.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതിവിടെ വരെ ഇതാണ് ഈ 1.25 ഇഞ്ച്. വൈറ്റിലായതുകൊണ്ട് കാണുന്നില്ല കേട്ടാ. ആ 1.25 ഇഞ്ച്. ഓക്കെ, അവിടം വരെയും അടിച്ച് കെട്ടിട്ട് നിർത്താം. അതുപോലെ 2 ഭാഗത്തും ചെയ്യുക. ബാക്കി അങ്ങോട്ട് മുകളിലേക്ക് അടിക്കരുത്. ആ ഒരു 1.25 ഇഞ്ച് വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കുക. നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കട്ട് കൊടുത്തതിന് ശേഷം എന്താ കണ്ടോ, ഇതുപോലെ അതിൻ്റെ മൊന ഭാഗം മുകളിലേക്ക് പുറത്തേക്ക് വന്ന രീതിയിൽ അതിനെടുക്കുക. അങ്ങനെ 2 ഭാഗവും റൈറ്റും ലെഫ്റ്റും ചെയ്തെടുക്കുക. ഓക്കെ, ഇതാ ഇതിൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മൾ പേന കൊണ്ട് മാർക്ക് ചെയ്തതുണ്ടല്ലോ അവിടെ. ബൈ ഇത്തിരി സ്പീഡ് കുറച്ചോ, ഇവർക്ക് മനസ്സിലാവണ്ടേ. സ്പീഡ് കുച്ച് കം ചാഹിയേ ബൈ. എൻ്റെ ഹിന്ദി കേട്ട് നിങ്ങളാരും ചിരിക്കരുതട്ടാ. അടിപൊളി ഹിന്ദിയാ. വീണ്ടും അതുപോലെ തന്നെ ആ സൈഡിൽ കട്ടിട്ട് കൊടുക്കുക. ഇവർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡിസ്റ്റർബൻസ് തോന്നണുണ്ടോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കറിയില്ല, വീഡിയോ എടുത്തത് പാഴായി പോകുമെന്നും അറിയില്ല. നോക്കാം നമുക്ക് എങ്ങനെയാവുമെന്ന്. ഇതുപോലെ ഇരിക്കും. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഈ തയ്യൽ തുമ്പിനെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ ഭാഗമാണ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ച് നിർത്തിയത്. അവിടെ ഫോൾഡ് ചെയ്തിരിക്കും. ഈ ഭാഗം തുറന്നതിനെ കണ്ടോ, നമ്മുടെ ക്യാൻവാസും ഇതും തുറന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് പിടിപ്പിക്കും. ഇത് രണ്ടും തമ്മിൽ കൂട്ടി ജോയിൻ്റ് ചെയ്യും. ചീത്ത ഭാഗം തിരിച്ചിട്ടിട്ട് ഇതുപോലെ അടിക്കണം എന്നാണ് വൈ പറഞ്ഞത്, ഫിനിഷിങ് ആവണമെങ്കിൽ. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ സ്റ്റിച്ച് കുത്തി നിർത്തണം കേട്ടോ. അവിടെ ആ മൂലഭാഗം കറക്റ്റ് കിട്ടിയാലാണ് ഈ കോളറിന് ഭംഗി വരുള്ളൂ. ഇതുപോലെ അടിച്ച് കുത്തി നിർത്തി നേരെ റിട്ടേൺ പോരാ. അവിടെ വരെ അടിച്ചു. അതിനുശേഷം നമ്മൾ ബാക്ക് ജോയിൻ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ലൈനിങ്ങും നമ്മുടെ ഹക്കോബ മെറ്റീരിയലും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്കിൻ്റെ വൈഡ് കറക്റ്റാണോ എന്ന് നോക്കി അവിടെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്റ്റോപ്പ് കൊടുത്തില്ലേ, 3/4 ഇഞ്ച്, അതുപോലെ തന്നെ ഇവിടെയും ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ യു ആയിട്ട് വരച്ചെടുക്കുക. ബാക്ക് നെക്ക് കുറച്ച് ഇങ്ങനെ അരയിഞ്ചല്ല 3/4 ഇഞ്ചോളം കേട്ടോ കുഴിച്ചു വെട്ടാം. അവിടെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 2 ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ ജോയിൻ്റ് ചെയ്യുക. ഇന്നത്തെ ക്യാമറമാൻ എങ്ങനെയുണ്ട്? ഞാൻ ക്യാമറ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ? അതും കൂടെ കമൻറ്റ് ചെയ്തോളൂ. ഷോൾഡർ തമ്മിൽ 2 ഭാഗവും ജോയിൻ്റ് ചെയ്യണം കേട്ടോ. ജോയിൻ്റ് ചെയ്തു.
ഈ ഭാഗം ജോയിൻ്റ് ചെയ്യുക. ഇതുപോലെ ഈ കോളറിൻ്റെ എത്രത്തോളം കോളർ നമ്മൾ വേണമെന്ന് ആദ്യം തന്നെ ഇതിൽ അളന്നെടുക്കുകയാണ് ചെയ്യുക. ഇതാ ഈ ഓപ്പൺ ചെയ്ത ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതിവിടെ ഈ ഓപ്പൺ ചെയ്ത ഭാഗത്ത് നിന്ന് ഇവിടെ വരെ നമ്മൾ അളന്ന് നോക്കിയാണ് എന്തോരം കോളർ നമുക്ക് വേണ്ടി വരും. കണ്ട 14.5 ഇഞ്ച് വേണം, 14 ഇഞ്ച് മതി. ഓക്കെ, കോളർ കട്ട് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഞങ്ങളുടെ കോളറിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ. കാരണം ഈ കോട്ട് കോളറിന് ഒരുപാട് ഡിമാൻഡുള്ള ഐറ്റമാണ്. ഞങ്ങൾ എന്ന് സ്റ്റിച്ച് ചെയ്താലും വേഗം സ്റ്റോക്ക് ഔട്ട് ആവണതിൻ്റെ പേരിൽ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് പാറ്റേൺ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് പോലോ കിത്തന ഇവിടുത്തെ 3 ഇഞ്ച് 3 ഇഞ്ച് ഈ ഇത് മാർക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ നീളം, ഇതിപ്പോൾ ഫുൾ നീളം പറയുവാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ആളൊരു 9.5, അതായത് ഒരു 18 ഇഞ്ചിൻ്റെ കോളറ് മേളിലുണ്ട്. മുകൾ ഭാഗം എത്ര? മുകൾ ഭാഗം 9, നീച്ചെ ഓക്കെ താഴെ 9 ഇഞ്ചും മുകളിൽ 10 ഇഞ്ചോളം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ചരിവ് കൊടുക്കണമല്ലോ. ഈ ഒരു ചരിവിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ചോളം ചരിവ് കൊടുക്കാതെ കണ്ട ഇങ്ങനെ ഒരു 2.75 3 അടുത്തായിട്ട് ഇങ്ങനെ ചരിച്ച് കോളറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഇവർ കട്ട് ചെയ്യുമ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു കർവ് പോലെ കൊടുക്കാറുണ്ട് കേട്ടോ. ഷർട്ടൊക്കെ ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റുള്ളൂ. എനിക്ക് അത്രത്തോളം ഷർട്ടൊക്കെ ചെയ്ത് പരിചയമില്ല. അപ്പോൾ ആളുടെ ഒരു സ്റ്റൈലാണിത്. ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് വയ്ക്കും. മോൾ ഭാഗം സ്ട്രെയിറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് പാറ്റേണിൽ പുള്ളി ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൊന്നൂന് 14.5 ഇഞ്ച് കോളർ മതി. അപ്പോൾ ഈ 14.5 ഇഞ്ച് വന്ന് നിൽക്കുന്നത് ഇവിടെയാണ് കണ്ട. അപ്പോൾ ഇത് വെച്ച് അങ്ങോട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം നമ്മുടെ ജോലി കഴിയുമല്ലോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും. ഷർട്ടിനൊക്കെ ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള ക്യാൻവാസിലാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞങ്ങൾ പേപ്പർ ക്യാൻവാസിലാണ്. ഫ്രോക്കാണല്ലോ, പേപ്പറിൽ ചെയ്താലാണ് ഭംഗി വരാം. ഷർട്ട് കോളറിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ അയൺ ചെയ്തെടുക്കണം. ഇവിടുത്തെ വർക്ക് നടക്കണുണ്ടോ? അവന്മാർ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ടൈം കഴിയാറായി. 7 മണി വരെയാണ് ഇവരിരുന്ന് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ചെയ്തോടത്തോളം വേഗം പൂർത്തിയാക്കിയിട്ട് പോകാൻ വേണ്ടി രണ്ടുപേരും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 7 മണിയാകുമ്പോൾ ഇവർ പോകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റും. കാരണം ഇവരുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. രണ്ടുപേരും കട്ടക്കിരുന്ന് തയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൈനിങ്ങിലാണ് കേട്ടോ ഈ കോളർ ഒട്ടിച്ചെടുത്തേക്കണത്. ലൈനിങ്ങിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അരികൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. നമ്മുടെ ഹക്കോബ തുണിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ നല്ല വശം ഇവിടെയും ചീത്തവശത്ത് ആണ് ഈ ലൈനിങ്ങിൻ്റെ ഈ പീസ് വെച്ചിട്ട് നമ്മുടെ ഈ ചെറിയ കർവ് വന്നേക്കണ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ലെവൽ ചെയ്ത് അതിനുശേഷം ആ ഭാഗം നമ്മൾ മടക്കി അടിക്കണം. അരിക് ചേർത്ത് മടക്കി അടിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നീളത്തിലുള്ളൊരു പീസ് ഇങ്ങനെ എടുക്കുക. ലൈനിങ് ബൈ നീച്ചെ ലൈനിങ് ഇനി ലൈനിങ് അപ്പോൾ ഈ ഹക്കോബ ആയതുകൊണ്ട് ആള് ഈ അടിഭാഗത്ത് ഇതിന് ലൈനിങ് ഇടണില്ല. ഈ ഒരു ഭാഗം മാത്രമാണ് ക്യാൻവാസ് ഇട്ട് ലൈനിങ് വെച്ച് ചെയ്തേക്കണത്. കാരണം ഒരുപാട് തടിപ്പാവുമെന്ന് ലൈനിങ് ഇടുമ്പോൾ. അതുകൊണ്ട് ലൈനിങ് ഇടാണ്ടാണ് ചെയ്യണത്. ഇതുപോലെ അരിക് ചേർത്തിട്ടാ നമ്മുടെ ക്യാൻവാസ് മേൽ സ്റ്റിച്ച് വരരുത്. നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു ഇതുമേ കൂടെ തന്നെ അടിച്ചു പോകാം. കെട്ടിട്ട് നിർത്താം. അതിനുശേഷം അരിക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഫാസ്റ്റ് സ്റ്റിച്ചിങ് ആണ് ഇവിടെ.
മൂലയൊക്കെ കണ്ട അങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കും. മറിച്ചെടുക്കണ്ട ചെയ്യണത്. മൂലഭാഗം നല്ല കൂർത്ത് കിട്ടണ രീതിയിൽ മറിക്കണം. കണ്ട കൂർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കത്രികയുടെ തുമ്പൊക്കെ വെച്ച് ചെയ്യും. ഇടയ്ക്ക് അത് മുകളിലോട്ട് കയറിയും പോകും. ഇനി ഇതിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്ത് അടിക്കണം. കണ്ടോ, ഒരു സ്റ്റിച്ച് നല്ല ഫിനിഷിങ്ങിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം മുകളിലേക്ക്. സ്റ്റിച്ച് ചെയ്ത് കുത്തി നിർത്താം. കോളറിൻ്റെ ആകൃതിയിൽ തന്നെ കുത്തി നിർത്താം. ഇവിടം വരെ, അതായത് ഫുള്ളടിക്കരുതെന്ന്, അതിൻ്റെ തൊട്ട് മുകളിൽ വന്ന് ഇത് അവസാനിപ്പിക്കണം. ഓക്കെ, അടിച്ച് തുടങ്ങുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അടിച്ച് തുടങ്ങുമ്പോഴും ഇതിന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വേണം തുടങ്ങാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് തുടങ്ങാനായിട്ട്. അവസാനിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് നെക്കുമേൽ അടിച്ച് പിടിപ്പിക്കാനുള്ള അത്രയും മാത്രം തയ്യൽ തുമ്പിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്ത് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ട് എടുക്കുക. ബോഡി പാർട്ട് എടുത്ത് ബോഡി പാർട്ടിൻ്റെ നെക്കിൽ നിന്നാണ് തുടങ്ങണത്. അതായത് നല്ല വശം, തുണിയുടെ നല്ല വശത്ത് നിന്ന് നമ്മുടെ 1 മിനിറ്റ് തുണിയുടെ നല്ല വശത്ത് നിന്ന് നമ്മുടെ ക്യാൻവാസ് വെച്ച ഭാഗമല്ല നമ്മൾ അടിച്ചു പിടിപ്പിക്കുന്ന. സാധാരണ കോളർ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ചീത്ത വശത്ത് ഈ തുണി വെച്ചാണ് നമ്മൾ തുടങ്ങാറ്. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ്. നല്ല വശത്ത് ഈ നമ്മുടെ ഈ ക്യാൻവാസ് ഇല്ലാത്ത പോർഷനാണ് അടിച്ചു പിടിപ്പിക്കണത് ആദ്യം. ഓക്കെ, തയ്യൽ തുമ്പ് മുകളിലേക്ക് കയറ്റിയിട്ട് ആ ഭാഗത്ത് നിന്ന് അടിച്ചു തുടങ്ങിയാണ്. സെൻറ്ററും കറക്റ്റ് വരണുണ്ടോ എന്ന് നോക്കാം. കണ്ട, സെൻറ്റർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവിടെ നോക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആകൃതി മാറിപ്പോവും. അതുപോലെ തന്നെ ഇപ്പുറത്തും അടിച്ച് ഫിനിഷ് ചെയ്യുക. ഈ കോളർ വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എപ്പോഴും തലതിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. നല്ല വശത്ത് നിന്ന് നമ്മുടെ ചീത്ത, അതായത് ക്യാൻവാസ് ഒട്ടിക്കാത്ത പോർഷനാണ് അടിച്ച് തുടങ്ങേണ്ടത്. ഞാനൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ് വീണ്ടും ആവർത്തിച്ച് പറയണത്. ഇനി നമ്മുടെ ക്യാൻവാസ് വെച്ച ഭാഗം ഈ ഉൾഭാഗത്തോട്ടാണ് കേട്ടോ. കണ്ട, ക്യാൻവാസ് വെച്ച ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് അടിയിലത്തെ നമ്മുടെ തയ്യൽ തുമ്പുണ്ടല്ലോ, ആദ്യം അടിച്ച് കോളറിൻ്റെ പോർഷൻ അടിച്ച് പിടിപ്പിച്ച അതേ സ്റ്റിച്ചിങ്ങുമ്മേ കൂടെ തന്നെ അടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അടിച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതെ, കോളർ അടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണിത്. ഇതുപോലെ ഇരിക്കും. അടിച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തോളൂ കേട്ടോ. ആളിപ്പോൾ അയൺ ചെയ്തു, ഞാനത് കാണിച്ചില്ല കാരണം എൻ്റെ ഫോണിന് സ്റ്റോറേജ് കുറവാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. കണ്ട, ഇതുപോലെ പുറത്തേക്ക് ഇതിനെ മലർത്തി വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ 2 എഡ്ജിലും ഓരോ ചെറുതായിട്ട് അറിയാത്ത രീതിയിൽ ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. എങ്കിലാണ് അതവിടെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇതുപോലെ ഒന്ന് പേൾപ്പിന് കുത്തിക്കൊടുക്കുക. 2 ഭാഗത്തും പേൾപ്പിന് കുത്തിക്കൊടുക്കുക. അതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പേൾപ്പിന് കുത്തണത് 2 ഭാഗം കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ചെയ്യണമായിരിക്കും നല്ലത്. ഓക്കെ, 2 ഭാഗം അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ദേ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ് ആരും പരാതി പറയണ്ട കേട്ടോ. ഇനി
വ്യക്തമായിട്ട് എന്നെക്കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മളൊരു 3/4 ഇഞ്ച് കയറ്റിയിട്ടില്ലേ ബാക്ക് പോർഷൻ, അത് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഈ ഷോൾഡർ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇപ്പോൾ ഇതിനിപ്പോൾ പൊന്നൂനിപ്പോൾ നമ്മൾ സ്ലീവ് വെക്കണില്ല, സ്ലീവ് വെക്കാതെ നമ്മളിതിനെ ക്രോസ് പീസ് വെച്ചിട്ട് ഈ അരിക് ഫോൾഡ് ചെയ്യണത്, ഇവിടം വരെ ഫോൾഡ് ചെയ്യണത്. സ്ലീവ് വെക്കണതാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് വരും, ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ കൈക്കുഴി ഫ്രണ്ട് കുറവും ബാക്ക് കൂടുതലായിരിക്കൂലേ എന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ കണ്ട ഇതിനിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കണ്ടോ, ഇതിൻ്റെ നമ്മൾ സാധാരണ സ്ലീവ് വെക്കാറ് ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് ഈ ഭാഗത്തല്ലേ സ്ലീവ് വെക്കണത്, അതിന് പകരം ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ബൈ ട്രിം ചെയ്യും. ഓക്കെ, ഈ ട്രിം ചെയ്ത ഭാഗത്ത് നിന്നാണ് നിങ്ങൾ ഈ ട്രിം ചെയ്തില്ലേ, ഈ ഭാഗത്ത് നിന്നാണ് കൈയുടെ സെൻറ്റർ വെച്ച് തുടങ്ങേണ്ടത്. ഒരിക്കലും ഈ ഷോൾഡറിൽ നിന്ന് ഈ ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് നിന്ന് കൈ വെച്ച് തുടങ്ങരുത്. ഈ ട്രിം ചെയ്ത ഭാഗത്ത് നിന്ന് കൈ വെച്ച് തുടങ്ങിയാൽ ഒപ്പം വരെയും ചെയ്യും. ഈ നെക്ക് അല്ലാത്ത നെക്കുകൾ ഇങ്ങനെ അല്ലാതെ ചെയ്യണ, സാധാരണ ചെയ്യാറുണ്ട്, ഞാൻ പലതിലും കാണാറുണ്ട്. അങ്ങനെ അല്ലാതെ ചെയ്യണ നെക്കുകൾ കുറച്ച് നമ്മുടെ ഫ്രോക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വരണ ഐഡിയകൾ കാണിച്ചു തരാട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ അമ്പർലയൊക്കെ ഞാൻ ഇത് ബായ് അറ്റാച്ച് ചെയ്യണമെന്ന് ഞാൻ ചെയ്തില്ല, കാരണം ഒരുപാട് ലെങ്തി ആവും. തന്നെയല്ല എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞുകൊണ്ട് ഫോൺ സ്റ്റോപ്പായി പോണേയിരുന്നു വീഡിയോ, അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. സ്ലീവ് വെക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് വെക്കുക, അല്ലെങ്കിലാണ് നെക്ക് മേളിലേക്ക് കയറി പോണത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യം ക്രോസ് ഇട്ട് വെട്ടിയില്ലേ, നമ്മുടെ ഈ പോർഷൻസ് ക്രോസ് ഇട്ടില്ലേ, ക്രോസ് ഇട്ട് വെട്ടുമ്പോൾ ഇപ്പോൾ പൊന്നൂൻ്റെ ലെങ്ത്ത് താഴത്തേക്കുള്ള ലെങ്ത്ത് 28.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ അത് പക്ഷേ ഒരിക്കലും 100% കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടിയെങ്കിൽ പോലും അത് 100% കറക്റ്റ് അല്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ, അതാ ഇതുപോലെ പിൻ ചെയ്യും. പിന്ന് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടേപ്പ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഹോളിൽ ഇതുപോലെ ഒരു പേൾ പിന്ന് വയ്ക്കും. ഇവിടെയും പിന്ന് വയ്ക്കും, പേൾ പിന്ന് വെച്ച് അമർത്തി കുത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നിന്ന് അളന്ന് നോക്കും. അപ്പോൾ പൊന്നൂൻ്റെ മെഷർമെൻറ്റ് യോക്ക് 15ഉം താഴെ 28.5 ആയിരുന്നു. അപ്പോൾ 15ഉം 28.5 കൂടി കൂട്ടുമ്പോൾ 43.5 ഇഞ്ച് ഇറക്കമാണ് ഫുള്ള് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാൽ 44 ഇഞ്ച് ഇറക്കമാണ് ഫുള്ള് അവൾക്ക് വേണ്ടത്. അപ്പം ഇവിടെ നിന്ന് ഈ മുകൾ ഭാഗത്ത് നിന്ന് 44 ഇഞ്ച് നമുക്ക് നോക്കാം. ഇത് നമ്മൾ അന്നേരം വെട്ടിയത് കറക്റ്റ് ആയിരുന്നു എന്ന് നോക്കാം. കണ്ടോ, 44 ഇവിടെയാണ് ഇരിക്കുന്നത്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. അതായത് ചില തുണികൾ നമ്മൾ ക്രോസ് വെട്ടിയിട്ട് അംബ്രല്ല സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പല ഭാഗങ്ങളിലേക്ക് തൂങ്ങിക്കിടക്കണ ഒരു ഫീല് പലർക്കും ഉണ്ടായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്കും പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണിത്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളതിനെ ലെവൽ ചെയ്യണത്. മുകളിൽ നമ്മൾ പിന്ന് വെച്ച് കുത്തിയതിൻ്റെ പേരിൽ ടേപ്പ് ഊർന്നു പോരില്ല. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ മാർക്ക് ചെയ്യും. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരു 1.5-2 ഇഞ്ചോളം ഇത് കൂടുതലാണ്. കറക്റ്റിനാണ് നമ്മൾ വെട്ടിയത്, കൂട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ക്രോസ് ഇടുമ്പോഴുള്ള തുണിയുടെ ചില തുണികളുടെ പ്രത്യേകതയാണിത്, ഇങ്ങനെ വരാം. അതുപോലെ തന്നെ ബാക്കിലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്യാന്നുള്ളത്, എങ്കിലും അതിനെ കറക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ കുറച്ച് കയറ്റി വെട്ട ലൈനിങ് ഇപ്പം ഇത്തിരി കുറഞ്ഞാലും നമുക്ക് വിഷയമില്ല. ഏറ്റവും മുകളിൽ കിടക്കുന്ന തുണിയാണല്ലോ നമ്മളുടെ ഉദ്ദേശിച്ച ഇറക്കത്തിൽ കിട്ടേണ്ടത്. അപ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ലൈനിങ് നിങ്ങളുടെ ഐഡിയ പോലെ കുറച്ചോ കൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. ബാക്കി മേളത്തെ തുണി ഇങ്ങനെയും കൂടെ ചില തുണികളിൽ വരണ ഈ തൂങ്ങൽ കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യേണ്ട ഐഡിയ. ഓക്കെ, ഇപ്പോൾ 1-2 ടിപ്പ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ അടിഭാഗം എന്താ ചെയ്യുന്നത് വെച്ചാൽ ടങ്കീസ് ഇടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്യാം. സെൻറ്ററിൽ ബാക്കിൻ്റെ സെൻറ്ററിൽ അതുപോലെ തന്നെ ടേപ്പ് വയ്ക്കുക. താഴേക്ക് നമ്മുടെ ബാക്കും അടയാളപ്പെടുത്തണമല്ലോ ഈ 44 ഇഞ്ചിൽ. അപ്പോൾ അതുപോലെ തന്നെ 44 ഇഞ്ചിൽ അടയാളപ്പെടുത്തി എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായി. ഇതുപോലെ മാറ്റി മാറ്റി മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുക, അതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ ടങ്കീസ് ലോക്കാണ് ഇതുമേലെ ചെയ്യണത്. ടങ്കീസ് ഇല്ലാണ്ടും ചെയ്യാം, ജസ്റ്റ് അത് ലോക്ക് മെഷീൻ. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഉണ്ട് മാർക്കിങ് വന്നേക്കണത്. അപ്പോൾ ഇത് ബായ് അത് കട്ട് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ആ മാർക്കിങ് അനുസരിച്ച് തന്നെ കട്ട് ചെയ്താൽ അത് കറക്റ്റ് ലെവലിൽ നിൽക്കും. ഓക്കെ, ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് പോയതുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ